ഓക്കെ. അപ്പൊ അറേ ഡിക്ലറേഷൻ, ഇനിഷ്യലൈസേഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ അറേ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് സിമിലർ ഡേറ്റ ടൈപ്പ്, similar data types are called array. Homogeneous elements can be stored in consecutive locations. ഒരേപോലത്തെ എലമെന്റ്സ്, ഒരേ ഡേറ്റ ടൈപ്പിലുള്ള എലമെന്റ്സ് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലൊക്കേഷനിൽ അടുക്കി വെക്കുന്നതിനാണ് അറേ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ അറേ ഇൻഡെക്സിംഗ് ബിഗിൻസ് ഫ്രം 0 ഓൺവേർഡ്സ് അറേ തുടങ്ങും. ഇറ്റ് ഈസ് എ ബ്ലോക്ക്. അപ്പൊ നമ്മൾ അറേനെ ആദ്യമേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. int okay array name 10. So this is actually an integer array. That is a array can have 10 elements. That is integer you need 2 bytes. So 20 bytes space is already allotted. Okay. നമുക്ക് ഇനിഷ്യലൈസേഷൻ, കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരുന്നു. ഈ സെറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക 1 2 3 4 5. 0th position 1, first position 2, because array indexing begins from 0 onward. Second position it is 3, third position it is 4, and fourth position it is 5. So already 5 elements I can store, but the end position is actually what? It is actually 4 because it begins from 0. So this is called a compile time initialization. So if you want to read an array through keyboard during the runtime, okay. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ അറേനെ സൈസ് വെച്ചിട്ട് സെറ്റ് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഡിക്ലെയർ ചെയ്തിട്ട് റീഡ് ചെയ്യാൻ പോവാണ്. We need for loop for this. Why? Because we have more than one elements in the array. I need to traverse or visit each and every position at least once. So int I ഇങ്ങനെ എഴുതാം. int I is equal to എത്രയാണ്? 0 onwards. I less than എന്താണ്? I less than 5 ആകുന്നിടം വരെ I plus plus. ഓക്കെ, ഇപ്പൊ ലൂപ്പാണ്. സോ ലൂപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? റീഡ് ചെയ്യും ഈച്ച് ആൻഡ് എവറി എലമെന്റ്. ഇഷ്ടമുള്ള അറേ എലമെന്റ്സ് റീഡ് ചെയ്യാം. scanf %d ഓക്കെ കോമ ആംബ്രസെന്റ് a of I. കണ്ടോ? ഇതിനകത്ത് a of I, അതായത് a of ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് I ഇടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം a of 0 സ്ക്വയർ ബ്രാക്കറ്റിൽ 0 ഇട്ട് കഴിഞ്ഞാൽ 0th പൊസിഷൻ എലമെന്റ് എനിക്ക് റിട്രീവ് ആയി വരും. അതായത് 0th പൊസിഷൻ എലമെന്റ് എന്താണ്? ഇവിടെ 1 ആണ്. ഓക്കെ, ഇവിടെ എ അല്ലല്ലോ, എ ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബി ആണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ബി ഓഫ് 0യിലേക്ക് 0th പൊസിഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? എലമെന്റിനെ റീഡ് ചെയ്തിടുന്നു. അടുത്ത ഫസ്റ്റ് പൊസിഷനിലേക്ക് എലമെന്റിനെ റീഡ് ചെയ്യുന്നു. സെക്കൻഡ് പൊസിഷനിലേക്ക് എലമെന്റ് റീഡ് ചെയ്യുക. അപ്പൊ ബി ഓഫ് 0, ബി ഓഫ് 1, ബി ഓഫ് 2, ബി ഓഫ് 3, ബി ഓഫ് 4. ഓക്കെ, I becomes 4 less than 5. സോ അവിടെ വരെ ബി ഓഫ് 4 വരെ എലമെന്റിനെ റീഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? 5 less than 5 ആയതുകൊണ്ട് കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ട് വെളി വരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇത്, അതായത് ബി അറേ ക്രിയേറ്റ് ചെയ്തു. 10 സൈസ് ഉണ്ടല്ലേ, 5 സൈസ്, എത്രയാണോ സൈസ് അത്രയിടം വരെ 0th പൊസിഷൻ ഓൺവേർഡ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? 0 1 2 2 3 ഇങ്ങനെയാണ് എലമെന്റിനെ എന്ത് ചെയ്യുന്നു? 4 എലമെന്റിനെ ഞാൻ ഇട്ട് കൊടുക്കണം. അപ്പൊ ബി ഓഫ് 0 എന്ന് പറയുന്നത് എന്താ? ബി ഓഫ് 0 എന്ന് പറയുന്നത് ഈ പൊസിഷൻ ആണ്, ഇതിനകത്തിരിക്കുന്ന എലമെന്റ് ആണ്. അപ്പൊ സ്കാൻ ഓഫ് ആംബ്രസെന്റ് ബി ഓഫ് I വാല്യൂ 0 അല്ലേ, അപ്പൊ ഇവിടെ എലമെന്റ് വീഴും. ഓക്കെ, സ്കാൻ ഓഫ് ആംബ്രസെന്റ് ബി ഓഫ് I വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആകുന്നു, അപ്പൊ ഇവിടെ എലമെന്റിനെ റീഡ് ചെയ്യുന്നു. സ്കാൻ ഓഫ് ആംബ്രസെന്റ് ബി ഓഫ് 2 കണ്ടോ? അപ്പോ ബി ഓഫ് 2യിലേക്ക് അടുത്ത എലമെന്റ് റീഡ് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ലിമിറ്റ് എത്തുന്നിടം വരെ എനിക്ക് എലമെന്റ്സിനെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഞാൻ പ്ലേസ് ചെയ്ത് വെക്കുന്നു. ഇതാണ് റൺ ടൈം ഇനിഷ്യലൈസേഷൻ ഓഫ് അറേ. ഓക്കെ, കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ ഓൾറെഡി പറഞ്ഞു. സെറ്റ് ബ്രാക്കറ്റിനകത്ത് 1, 2, എങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്?
കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, അറേനെ റീഡ് ചെയ്തു. ഈ അറേനെ പ്രിന്റ് ചെയ്യണമെങ്കിലും ഐ ക്യാൻ യൂസ് ദ സെയിം കോഡ്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് scanf യു റൈറ്റ് printf. ഓക്കെ, ഇത് എന്ത് ചെയ്തു, Ctrl+C Ctrl+V. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, scanf അല്ല, ഓൾറെഡി റീഡ് ചെയ്ത് അറയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് printf എന്താ v of I. So 0th position value will get displayed. First position I increment by 1. First position value get displayed. Second position, third position, fourth position, all the elements will get displayed. Oh, ഇവിടെ മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു മെസ്സേജ് എലമെന്റ്സ് റീഡ് ചെയ്യണമെങ്കിൽ enter the elements. Oh, yeah. ഇവിടെ അല്ലല്ലോ, ഇതിന്റെ മുകളിൽ ബി റീഡ് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കും. എൻ്റെ അടുത്ത എലമെന്റ്സ്. ഓക്കെ, അപ്പൊ എത്ര എലമെന്റ്സ് വേണമെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാം. 2, 3, 4, 5, 6. 1, 2, 3, 4, 5 എലമെന്റ് ആയില്ലേ? കണ്ടോ, 2, 3, 4, 5, 6 ഒരുമിച്ച് ഐ വാല്യൂ 1 by 1 ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് അഡീഷൻ, അതായത് ഇതൊരു 1 ഡയമെൻഷണൽ അറേ ആണ്, ഒരു 1 ഡയമെൻഷണൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഈ 1 ഡയമെൻഷണൽ അറേ ഞാൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 2 1 ഡയമെൻഷണൽ അറേ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഓൾറെഡി എ അറേ ഞാൻ കമ്പൈൽ ടൈം ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബി അറേ ഞാൻ ഇവിടെ റീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ബി അറേ 2, 3, 4, 5, 6 ആണ്. അപ്പൊ നമുക്ക് രണ്ടിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം അല്ലെ, കൂട്ടുമ്പോ 1, 2, 3, 4, 5 elements are here. B also has 1, 2, 3, 4, 5 elements. അപ്പൊ എങ്ങനെയാ ഇത് ആഡ് ചെയ്യുന്നത്, അതായത് രണ്ട് മെട്രിക്സ് എലമെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം, അതായത് ഇതൊരു മെട്രിക്സ് എ മെട്രിക്സ്, ബി മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇത് 0th പൊസിഷൻ 1, 2, 3, പിന്നെ ഉണ്ട് 0, 1, 2, 3. ഇവിടെ എലമെന്റ്സ് ഉണ്ട് 10, 20, 30, 40. കമ്പൈൽ ടൈം ആണ് ഇനിഷ്യലൈസ് ചെയ്തിട്ട് 1, 2, 3, 4 അത് അവിടെ കാണും. ഇവിടെ അടുത്ത എനിക്ക് ഇഷ്ടമുള്ള എലമെന്റ്സ് ഇടാം 50. ഇവിടെ അഡീഷൻ എങ്ങനെ നടക്കുന്നത്, 0 + 0th പൊസിഷൻ. അപ്പൊ ഇവിടെ 10 + 20 എത്ര വരുന്നത്, 30. അതായത് ഇതാണ് എന്ത്, സി അറേ. സി അറേയിൽ എന്ത് ചെയ്യണം, 0th പൊസിഷന്റെ എ വാല്യൂ 0th പൊസിഷന്റെ ബി വാല്യൂ ആഡ് ചെയ്ത് സി മെട്രിക്സിന്റെ 0th പൊസിഷനിൽ ഫില്ല് ചെയ്യണം. അപ്പൊ അത് യൂഷ്വലി എങ്ങനെയാണ് എഴുതുന്നത്, സി ഓഫ് 0 is equal to എന്ത്, എ ഓഫ് 0 പ്ലസ് എന്ത്, ബി ഓഫ് 0, ഇങ്ങനെയല്ലേ. അപ്പൊ അടുത്ത് വരുമ്പോ എന്താ, സി ഓഫ് 1 എന്താണ്, സി ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്, എ ഓഫ് 1 പ്ലസ് ബി ഓഫ് 1 ആണല്ലോ. എ ഓഫ് 1 പ്ലസ് ബി ഓഫ് 1, എ ഓഫ് 1 20, ബി ഓഫ് 1 30. ദ ആൻസർ ഈസ് 50. ഇതെവിടെ ഇരിക്കുന്നത്, 1 ഇവിടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഐ ഉണ്ട്. ഐ 0 ആകുമ്പം എ ഓഫ് 0യും ബി ഓഫ് 0യുടെ ആഡ് ചെയ്ത് സി ഓഫ് 0യിൽ വെക്കുക. ഐ 1 ആകുമ്പോൾ എ ഓഫ് 1ഉം ബി ഓഫ് 1ഉം കൂടെ ആഡ് ചെയ്ത് സി ഓഫ് 1ൽ വെക്കുക. എന്നിട്ട് ഇതിനെ 0 to എത്ര എലമെന്റ്സ് ഉണ്ട്, 5 എലമെന്റ്സിന് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. ഇതാണ് മെട്രിക്സ് അഡീഷൻ. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഞാൻ കമ്പൈൽ ടൈം എ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, ബി വാല്യൂസും കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇതിനെ ഞാൻ സിയിലല്ലേ ഇടുന്നത്, CO5 അത് ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ഇനി മുന്നേ 4 ഇൻറ്റു I ഇക്വൽ ടു 0, I ലെസ് ദാൻ 5 ആകുന്നിടം വരെ I പ്ലസ് പ്ലസ്. ഇത് ആഡ് ചെയ്യാനുള്ള ലൂപ്പാണ്. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്, CO5 എന്ന് പറയുന്നത് എന്താണ്, A(i) പ്ലസ് B(i). കണ്ടോ? അന്നേരം എനിക്ക് C(0)യും C(1)ഉം C(2) ഇതെല്ലാം ഫില്ല് ചെയ്ത് വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, 0th പൊസിഷനിലേക്ക് എലമെന്റ് സം ചെയ്ത എലമെന്റ്, അതായത് ഈ സാധനം ഇത് ഓരോന്നും എനിക്ക് 1 by 1 എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഞാൻ ഇവിടെ CO5 ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് C(10) എന്ന് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. അറേ നെയിം, സൈസ് ഓഫ് ദ അറേ, എന്റർ ദ എലമെന്റ്സ്. ബി അറേ ആണ് എൻ്റർ ചെയ്യുന്നത്. 6 1 2 3 7. അപ്പൊ എന്താ കൂട്ടുമ്പോ എത്ര കിട്ടുന്നത്, എ അറേയിൽ 1 അല്ലേ ഇരിക്കുന്നത് 0th പൊസിഷനിൽ, അപ്പൊ 6 പ്ലസ് 1 എത്ര, ആൻസർ 7. അടുത്ത എ അറേയിൽ 2 ഇരിക്കുന്നു, 2 പ്ലസ് 1 ആൻസർ 3. നെക്സ്റ്റ് 3 പ്ലസ് 2 ആൻസർ 5. 4 പ്ലസ് 3 ആൻസർ 7. കേട്ടോ, 5 പ്ലസ് 7 ആൻസർ 12. ഇങ്ങനെ നമുക്ക് ടോട്ടല് കിട്ടും. ഓക്കെ, ഇവിടെ ന്യൂ ലൈൻ ഇട്ട എല്ലാം 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. എന്താ 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇതാണ് 1 ഡയമെൻഷണൽ അറേയുടെ കഥ. ഓക്കെ, ഇത് മെട്രിക്സ് അഡീഷൻ സിംഗിൾ ഡയമെൻഷണൽ അറേ. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ 2 ഡയമെൻഷണൽ അറേയുടെ അഡീഷൻ. ഓക്കെ, അപ്പൊ 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷണൽ അറേനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ എനിക്ക് റോയും ഉണ്ട് കോളവും ഉണ്ട്. ഞാൻ ഇന്നലെ അത് കാണിച്ചു തന്നായിരുന്നു, റോയും കോളവും. അതായത് A of 5 5 എന്ന് പറഞ്ഞാൽ 5 rows and 5 columns. ഓക്കെ, അപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാല് 5 rows കാണും. അതായത് ഇങ്ങനെയല്ല കൊടുക്കുന്നത്, 1 2 3 4 5 ചെറുത് കൊടുക്കാം. ഓക്കെ, 3 rows and 2 columns കൊടുക്കാം. 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാ, A is the array name, 3 rows and 2 columns. അപ്പൊ 2 കോളമേ പാടുള്ളൂ. അതെ, നിങ്ങൾക്ക് സി തന്നെയാണല്ലോ അല്ലേ പഠിക്കുന്നത്, ഒന്നുകൂടെ നോക്കിയതാ.
കോളേജും ഇതും എല്ലാം കൂടെ കൺഫ്യൂഷൻ. 3 റോസ്. എത്ര റോസ് ഉണ്ട്? 1 2 3 4 5 10. 3 റോസ്, ഓരോന്നിലും 2 കോളം വെച്ചിട്ട്. ഓക്കെ, അപ്പോ ടു ഡയമെൻഷനൽ അറേ, ഇത് കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പോ ഒരു എലിമെന്റ് ഡിസ്പ്ലേ ചെയ്തു. എത്ര റോ, ഓരോ അതായത് 3 റോ 2 കോളം. അപ്പൊ ഇവിടെ 2 കോളം എന്ന് പറയുമ്പോൾ ഇവിടെ ടാബ് സ്പേസ് കൊടുത്തിട്ട് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു കണ്ടോ, 2 ഡയമെൻഷണൽ മെട്രിക്സ് ആ. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത് 2 ഡയമെൻഷൻ, നമ്മൾ നേരത്തെ 1 ഡയമെൻഷണൽ മെട്രിക്സ് എങ്ങനെയാണ് കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ എന്ന് പഠിച്ചായിരുന്നു. ഇത് 2 ഡയമെൻഷണൽ മെട്രിക്സ് ആണ്. സോ വി ഹാവ് റോ സൈസ് ആൻഡ് കോളം സൈസ്. ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ഇനിഷ്യലൈസ് ചെയ്യുവാണ്. ഇതാണ് കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ. ഓക്കെ, പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. a = 2 എന്ന് എഴുതി കൊടുത്ത പോലെ ഇവിടെ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 3 റോസ് വേണം. അപ്പൊ ഫസ്റ്റ് റോ ഇതാണ് 1 2. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ആണ് 1 and 2. അത് ഫസ്റ്റ് റോയിലെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം അറേ ഇൻഡെക്സിങ് ബിഗിൻ ഫ്രം 0 ഓൺവേർഡ്സ് ആണ്. സോ 0 1 2, അതായത് 0th റോ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ഇനി ഇത് ഇത്രയും കൺസിഡർ ചെയ്യുമ്പോൾ 1 3 5 എന്ന് പറയുന്നത് 0th കോളം, 2 4 10 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം. ഓക്കെ, അപ്പൊ 0th റോ 0th കോളം എന്ന് പറയുന്നത് 1, 0th റോ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 2. ഓക്കെ, ഫസ്റ്റ് റോ 0th കോളം എന്ന് പറയുന്നത് 3, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താ 4, ഫസ്റ്റ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 2 0, സെക്കൻഡ് റോ 0, 2 0 എന്ന് പറയുന്നത് 5, 2 1 എന്ന് പറയുന്നത് 10. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 1 2 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ ഇരിക്കണം, 3 4 എന്ന് പറയുന്നത് നെക്സ്റ്റ് റോയിൽ ഇരിക്കണം, 5 10 എന്ന് പറയുന്നത് അടുത്ത റോയിൽ ഇരിക്കണം. നമുക്ക് 3 റോ ഉണ്ട്. ഈ ഓരോ റോയിലും എത്ര കോളം വെച്ചിട്ടുണ്ട്? 2 കോളം വെച്ചിട്ടുണ്ട്. അപ്പൊ 2 കോളം അല്ലേ, 1 2 വരുമ്പോ 2 കോളം, 3 4 2 കോളം, 5 10 2 കോളം. അപ്പൊ ഇത് ഓരോന്നും ഞാൻ എന്ത് ചെയ്യും? കോമ ഇട്ടാ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സെറ്റ് ഞാൻ കോമ ഇട്ടു, അടുത്ത സെറ്റ് അടുത്ത റോ കോമ ഇട്ടു, അടുത്ത റോ, അത് കഴിഞ്ഞിട്ട് അതിനെ എല്ലാം എൻക്ലോസ് ചെയ്ത് കേളി ബ്രേസ് ഇട്ടു. ഇപ്പൊ 4 റോസും
3 കോളംസ് വരുന്നെങ്കിൽ അങ്ങനെ ഒരു അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഇങ്ങനെ വരും. ഇന്റ് ബി ഓഫ് 4 rows. ഓക്കെ, ആ 4 റോയിൽ എത്ര കോളം വെച്ച് ഫില്ല് ചെയ്യണം? 3 കോളം വെച്ച് ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ കമ്പൈൽ ടൈം ആയിട്ട് അങ്ങനെ ഇടുന്നേ കണ്ടോ. ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും വേണം. അതിനകത്ത് എനിക്ക് എത്ര റോ വേണം? 4 റോ വേണം. അതിൽ എത്ര കോളം വെച്ച്? 3 കോളം വെച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുക 1 2 3 3 കോളം ആയല്ലോ. കോമ ഉണ്ടോ 4 5 6. ഓക്കെ, then comma 7 8 1 0. സോറി, 3 കോളം അല്ല, പക്ഷെ 4 റോ ഉണ്ട്. 1 2 3. അവിടെ ഇങ്ങനെ 9 10 11 2. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തു. ഇത് റൺ ചെയ്ത് നമുക്ക് കാണാം. ഇവിടെ അപ്പൊ തിരുത്തി കൊടുക്കുക. ഞാൻ ഇവിടെ 4 റോയും എത്ര കോളം ഉണ്ട്? 3 കോളവും വെച്ചിട്ട്. ഓക്കെ, എന്റെ അറയുടെ പേര് ബി ആണ്. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓ, ഇവിടെ ഒരെണ്ണം കൂടുതലായിട്ട് ഉണ്ടോ. 1 2 3 4 റോ 3 കോളം വെച്ചിട്ട്. ഓക്കെ, ഇനി ഇത് പഠിപ്പിച്ചില്ലായിരുന്നു. അതായത് നെസ്റ്റഡ് ലൂപ്സ് ആണിത്. ഇഫ് എ ലൂപ്പ് ഈസ് ഇൻസൈഡ് അനദർ ലൂപ്പ് ദാറ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഔട്ടർ ലൂപ്പ് കണ്ടോ. അതായത് ഔട്ടർ ലൂപ്പിൽ തുടങ്ങും. ഐ വാല്യൂ 0 ഇട്ടു. 0 ലെസ് ദാൻ 4 ട്രൂ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ലൂപ്പിന്റെ ബോഡിയുടെ അകത്ത് കയറും. ഈ ലൂപ്പിന്റെ ബോഡിയുടെ അകത്ത് ഒരേപോലെ വേറൊരു ലൂപ്പാണ്. അപ്പൊ അവിടെയും എന്താണ്? ജെ 0 ആയി. ജെ ലെസ് ദാൻ 3 ആണ് ആണല്ലോ. അതായത് ജെ എന്ന് പറയുന്ന കോളം റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റോ എടുക്കും. അതായത് 0th റോ എടുത്തിട്ട് 3 കോളം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യൂ? അടുത്ത റോ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കത്തുള്ളൂ. അടുത്ത റോയിലേക്ക് ജമ്പ് ചെയ്യത്തുള്ളൂ. ആ റോയിലെ 3 കോളം ഫില്ല് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യൂ? അടുത്ത റോയിലേക്ക് പോകും. അപ്പൊ ഈ ജെ ലൂപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്നർ ലൂപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ ഓരോ കോളവും ഫില്ല് ചെയ്ത് പോകാനാ. അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ ഐ ഈക്വൽ ടു 0 ആണല്ലോ. 0th റോ ആണ് ഇടാൻ പോകുന്നത്. 0 ലെസ് ദാൻ 4 ആണല്ലോ. അതെ, ഒരു 4 റോ ഉണ്ട് മൊത്തം. അങ്ങനെയാണ് ജെ ഈക്വൽ ടു 0. ഓക്കെ, 0th പൊസിഷൻ ആയിരിക്കും ഫില്ല് ചെയ്യേണ്ടത്. 0 ലെസ് ദാൻ 3. യെസ്, അങ്ങനെയാണ് ബി ഓഫ് 0 0 ഫില്ല് ചെയ്യും. ഞാൻ ഇവിടെ 1 ഇട്ടു. ഓക്കെ, അടുത്തത് വെളി പോവല്ല, ഈ ലൂപ്പ് വർക്ക് ചെയ്യണം റിപ്പീറ്റ് ആയിട്ട്. ജെ ഇൻക്രിമെന്റ് ചെയ്ത് ജെ എന്താകുന്നു? 1 ആകുന്നു. അതായത് അടുത്ത പൊസിഷൻ 1 ആണ് ഫില്ല് ചെയ്യേണ്ടത്. 0th റോ ഫസ്റ്റ് കോളമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ബി ഓഫ് 0th റോ ഫസ്റ്റ് കോളം വരും. എഗെയിൻ ജെ ഇൻക്രിമെന്റ് ചെയ്ത് കോളം അടുത്ത ഇൻക്രിമെന്റ് ചെയ്ത് എന്താകുന്നു? ജെ എന്താകുന്നു? 2 ആകുന്നു. 2 ലെസ് ദാൻ 3 ട്രൂ. അപ്പൊ ബി ഓഫ് എന്ത്? 0th റോ സെക്കൻഡ് കോളം ഫില്ല് ചെയ്യും. വൺസ് ഇത് ഓവറായി, അതായത് ജെ ലെസ് ദാൻ 3 കഴിഞ്ഞു. 3 അതായത് ഇവിടെ 2 ലെസ് ദാൻ 3, അടുത്ത പ്രാവശ്യം 3 ലെസ് ദാൻ 3 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് പുതിയ ലൈനിൽ പ്രിന്റ് ചെയ്യണം എന്നർത്ഥം. ന്യൂ ലൈൻ. ഇതിനൊക്കെ പറയുന്നതാണ് എസ്കേപ്പ് സീക്വൻസസ്. ഈ ന്യൂ ലൈന് ഇത് ടാബ് സ്പേസ് /t. അതായത് ഈ ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ്, ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്പർ വരുന്നത്. വീണ്ടും ഒരു ടാബ് സ്പേസ് കഴിഞ്ഞാണ് അടുത്ത നമ്പർ വരുന്നത്. അത് കഴിഞ്ഞ് ന്യൂ ലൈൻ, പുതിയ ലൈനിലാണ് 4 വരുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇന്നർ ലൂപ്പ് കഴിഞ്ഞപ്പോ ഒരു പ്രാവശ്യം ഇന്നർ ലൂപ്പ് കഴിഞ്ഞപ്പോ എന്റെ 0th റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. 0 1 0 2 0 0 0 1 0 2 ഇല്ലേ. വെളി വരും. വെളി വന്ന് ഐ വാല്യൂ എന്താകും? ഇൻക്രിമെന്റ് ചെയ്ത് 1 ആകും. സോ ഇനി ഇതാ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ 1 ജെ ലൂപ്പ് 1 0 1 1 1 2 ഫുള്ള് ഫില്ല് ആകും. അത് കഴിയുമ്പോ വീണ്ടും വെളി വരും. ഐ ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത റോയിലേക്ക് വരും. അപ്പൊ 0 0 അല്ല, ഐ വാല്യൂ ഇപ്പൊ എത്രയായി? 0 1 2 ആയി. ഓക്കെ, 2 0 2 1 2 2. ഇങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 ഡയമെൻഷണൽ അറേ ഇങ്ങനെ വർക്ക് ചെയ്യുന്നെങ്കിൽ 2 ഡയമെൻഷണൽ അറേയുടെ എന്ത് ചെയ്യണം? അഡീഷൻ ചെയ്യണം. 2 ഡയമെൻഷണൽ അറേ അഡീഷൻ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ഫിക്സ് ചെയ്യണം? രണ്ടും ഒരേപോലെ ആയിരിക്കണം.
ഒരേ ഡയമെൻഷൻ n/n മെട്രിക്സും n/n മെട്രിക്സും, അതായത് 2x2 മെട്രിക്സും 2x2 മെട്രിക്സും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, 4x4 മെട്രിക്സും അങ്ങനെ 4x4 മെട്രിക്സും കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ റീഡിംഗ് ആണ്, അറേ റീഡിംഗ്. അഡീഷന്റെ പ്രോഗ്രാം ഇപ്പൊ എഴുതാം. അഡീഷൻ ഓഫ് 2-dimensional മെട്രിക്സ്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ 2-dimensional അറേയുടെ അഡീഷൻ, 1-dimensional അറേയുടെ അഡീഷൻ കണ്ടുപിടിച്ച പോലെ 2-dimensional അറേയുടെ അഡീഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഇതേപോലെ തന്നെ ഈ ഡിസ്പ്ലേ ചെയ്ത മാതിരി തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ 2 അറേ റീഡ് ചെയ്ത് പോവാന്ന് വിചാരിക്കാം. ഓക്കെ, റൺ ടൈം ഇനിഷ്യലൈസേഷനും പഠിക്കണമല്ലോ. ഇന്റ് എ 2-dimensional അറേ ഒരു 5x5 മെട്രിക്സ് നോക്കുക. ഓക്കെ, ബി 5x5 ആഡ് ചെയ്ത് മൂന്നാമത്തെ, അതായത് എയുടെ 00 പ്ലസ് ബി 00 ആഡ് ചെയ്ത് C00 വെക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മള് സൈസ് ഇട്ട് ആദ്യമേ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്റർ എ അറേ ആണല്ലോ. ഇനി അപ്പൊ എ അറേക്ക് എനിക്കിപ്പോ വേണമെങ്കിൽ അല്ലാതെ എഴുതി കൊടുക്കാം. പ്രിന്റ് ഓഫ് എന്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് എ അറേ. എനിക്ക് വേണേ അല്ലാണ്ട് റീഡ് ചെയ്ത് കൊടുക്കാം. 5 റോയോ 5 കോളോ ഒന്നും ഇടാതെ അതിന് ലിമിറ്റ് സെറ്റ് ചെയ്യാം. പെർസെന്റേജ് ഡി ആംപർസെന്റ് റോ കോളം. കണ്ടോ, ഇതിനെ ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്തോണ്ട് ഇവിടെ ഒന്ന് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക, റോ കോളം. ഞാൻ എത്ര റോയോ എത്ര കോളോ ഉണ്ടെന്ന് കൊടുക്കും. അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, അപ്പൊ അത് ഇതുമാതിരി തന്നെ ബി അറേയും റീഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏറെ റീഡ് ചെയ്തില്ലല്ലോ. റീഡ് ചെയ്യാനായിട്ട് നമുക്ക് റോയും കോളോ ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും 2 ലൂപ്പ് വേണം. i equal to 0, i less than റോ. For j equal to 0, j less than column. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, പെർസെന്റേജ് ഡി ഒറ്റ എലമെന്റ് റീഡ് ചെയ്യുന്ന ഓരോ പൊസിഷനിലേക്ക് പെർസെന്റേജ് ഡി എന്ന് എഴുതി വെക്കരുത്. ആംപർസെന്റ് എ ഓഫ് ഐ ജെ. ഓക്കെ, ഇത് റീഡ് ചെയ്താൽ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബി അറേയുടെ എടുക്കാം. ബി അറേ നമ്പർ ഓഫ് റോസ് ഒക്കെ കോളോ എല്ലാം റീഡ് ചെയ്തു, അതും എടുക്കും. അപ്പൊ ഇവിടെ ബി അറേയാണ് റീഡ് ചെയ്തത്. ഇത് രണ്ടും റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ, പിന്നെ എല്ലാം കോപ്പി പേസ്റ്റാ. ഇനി നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യണ്ടേ. അപ്പൊ അഡീഷന് വേണ്ടി കമന്റ് എഴുതും, അഡീഷന് വേണ്ടി വീണ്ടും ഇത് കോപ്പി പേസ്റ്റ് ചെയ്തു. കാര്യം എനിക്ക് ഇത് വേണം, ഈ 2 ലൂപ്പും വേണം.
അതായത് അവിടെ ചെക്ക് ചെയ്യും, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. റോ എയുടെ റോയും ബിയുടെ റോയും എയുടെ കോളവും മാച്ച് ആയിരിക്കണം. 2x2 മെട്രിക്സും 2x2 മെട്രിക്സും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്, സി ഓഫ് ഐ ജെ ഇസിക്വൽ ടു എ ഓഫ് ഐ ജെ പ്ലസ് ബി ഓഫ് ഐ ജെ രണ്ടും കൂടെ ആഡ് ചെയ്ത്, എന്നിട്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുവാണ്, ഡിസ്പ്ലേ ചെയ്താൽ ഇതിന് പകരം 2 ലൂപ്പ് എടുത്ത് വെച്ചേ ഉള്ളൂ. എന്ത് ചെയ്യാം, പ്രിന്റ് സി ഓഫ് ഐ ജെ. സി അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. റൺ ചെയ്തോ. കണ്ടോ, എന്റെ എ അറേ എത്ര റോസ് ഉണ്ട്, എത്ര കോളം. ഞാൻ 2 റോസും 2 കോളംസും കൊടുക്കുക. ഒരു മിനിറ്റ്, ടാബ് കൂടെ ഇട്ട് പോട്ടെ, ഇല്ലേ പിന്നെ വൃത്തികേടായിട്ട്. ഓ സോറി, ഇവിടെ അല്ലല്ലോ. വേണേ ഇവിടെ എ അറേ വേണേ ഡിസ്പ്ലേ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കാണാലോ. എ അറേ ഡിസ്പ്ലേയും മാതിരിയുണ്ട്. നമുക്ക് ബി അറേയും ഡിസ്പ്ലേ ചെയ്യാം. Okay, enter the number of rows and columns. 2, 2. Oh, 2 rows, 2 columns. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റർ ദ എലമെന്റ്സ് എന്ന് വേണം മെസ്സേജ് ഇടാം. അപ്പൊ ഞാൻ 2 റോസും 2 കോളംസും കൊണ്ട് കൊടുക്കുക. 2, 3, 4. ഇപ്പൊ കണ്ടോ, 2 റോസ് 2 കോളംസും ആക്കി ഡിസ്പ്ലേ ചെയ്ത് 1, 2, 3, 4. അടുത്ത അതിനും കൊടുക്കുവാണ് 2 റോസ് 2 കോളംസ്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുക 8, 9, 10, 11. അപ്പൊ ഇതാ സെക്കൻഡ് അറേയും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഓക്കെ, പിന്നെ ഞാൻ അത് കാണിച്ചു വെച്ചല്ലോ, എന്റെ എ അറേ പിന്നെ ചോദിക്കുന്നത്. എ അറേ റീഡ് ചെയ്തല്ലോ, ആഡ് ചെയ്തില്ലേ? അപ്പൊ ഇത് വേണ്ടല്ലോ പിന്നെ, അതുകൊണ്ടാണ് അങ്ങനെ ഇത്ര വേണ്ട. ഓക്കെ, ഒന്നുകൂടെ കൊടുക്കാം. എന്റർ ദ നമ്പർ ഓഫ് റോസ്. 2 റോസ് 2 കോളംസ്. 1, 2, 3, 4. എ അറേ ഡിസ്പ്ലേ ചെയ്തു. എന്റർ ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് ബി അറേ. 2, 2. 2 റോസ് 2 കോളം. അപ്പൊ ഇവിടെ ഞാൻ 2, 3, 4, 5. അപ്പൊ സെക്കൻഡ് മെട്രിക്സ് 2, 3, 4, 5. ചേടാ, ഇത് എവിടെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോ വീണ്ടും ഇവിടെ കണ്ട് കിടപ്പുണ്ടോ? ഓ, ഇത് കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചോ. ഓക്കെ, 2 റോസ് 2 കോളംസ്. 1, 2, 3, 4. ഫസ്റ്റ് അറേ ഓക്കെ,
2 rows, 2 columns for B, 3, 2, 4, 5. Second array okay, 2, 3, 2, 4, 5. അതിനുശേഷം നമുക്ക് കൂട്ടി അറിയാം 4, 4, 7, 9. ശരിയായിരിക്കുമല്ലോ. 1 plus 1 plus 3, 4. അടുത്ത 2 plus 2, 4. അടുത്തത് 3 plus 4, 7. അടുത്ത 4 plus 4 അല്ല 4 plus 5. ഉത്തരം 9. കണ്ടോ, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ? ഇതാണ് മെട്രിക്സ് അഡീഷൻ, 2 ഡയമെൻഷണൽ മെട്രിക്സ് അഡീഷൻ. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാനിപ്പോ ഈ പ്രോഗ്രാം ആയിട്ട് തന്നെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു പോവാ. വിപുലമായിട്ടൊന്നുമല്ല, സാധാരണ ഇത്രേ ഉള്ളൂ. അതായത് ഇവിടെ we have an A matrix, that is matrix 1. Is actually here it is given 1, 2, 3 rows and 3 columns. So 3, 3. അടുത്തതിനകത്ത് 3 rows and 3 columns രണ്ടും ഒരേപോലെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് വെച്ചാല് എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നോർമലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ 2 ഡയമെൻഷണൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മറ്റേത് 1 ഡയമെൻഷണൽ ആണെങ്കിൽ അഡീഷൻ പോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ, അത് ഈ പ്രശ്നമില്ല. ഇവിടെ 2 ഡയമെൻഷണൽ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് എന്റെ എ മെട്രിക്സ്, ഇത് ബി മെട്രിക്സ്. ഓക്കെ, ഇവിടെ 5, 6, 1, 2. അപ്പൊ ശരിക്കും എ മെട്രിക്സും ബി മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം 1 into 5 അല്ലേ, പ്ലസ് എന്താണ് 2 into 1. ഇതാണ് ഒരു എലമെന്റ്. സി മെട്രിക്സിന്റെ ഒരു എലമെന്റ് 0th പൊസിഷനിലെ എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു? 1 into 5, 5 plus
2. The answer is 7. അടുത്തത് 1 into 6. 6 plus 4, that is equal to 10. ഓക്കെ, 1 into 6, 2 into 2. അപ്പൊ ഇവിടെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ രീതിയിൽ വേണം ഇത് എഴുതാനായിട്ട്. അടുത്ത വരുമ്പോൾ 3 into 5, 15 plus 4 into 1 എന്താണ് 4. അപ്പൊ 15 plus 4, 19 വരും. അടുത്ത 3 into 6, 18 plus 4 into 2, 8. അപ്പൊ 18 plus 8, 26. ഇങ്ങനെ ഒരു ആൻസർ. ഓക്കെ, നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ 0 0 ആണ് ശരിക്കും ഇത്. 0 0 ഇൻറ്റു എന്താണ് 0 1. ഓക്കെ, ഇതുമായിട്ട് ഇൻറ്റു ചെയ്തു. പ്ലസ് ഞാൻ എന്ത് ചെയ്തത് 1 0 സോറി 0 1 ഇൻറ്റു എന്താ 0 1 ഇൻറ്റു 0 1 എന്ന് പറഞ്ഞാൽ ഇത് 0 1 ഇൻറ്റു എന്താണ് 1 0. ഓക്കെ, പ്ലസ് അത് 0 0 ഇൻറ്റു 0 0 0 ഇൻറ്റു 0 0 a of 0 0 ഇൻറ്റു b of 0 0. ഓക്കെ, പ്ലസ് a of എന്താണ് 0 1 ഇൻറ്റു b of എന്ത് 1 0. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു 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 സാധനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ അതായത് അതായത് ആദ്യമേ ഞാൻ എന്ത് ചെയ്യും, സി മെട്രിക്സ് 0 ആണെന്ന് സെറ്റ് ചെയ്യും. ഇപ്പൊ 2x2 മെട്രിക്സ് അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഇതാണ് എന്റെ സി മെട്രിക്സ്. ഇവിടെ ആദ്യം ഈ 7 10 ഒന്നും അല്ലായിരുന്നു. സി ഓഫ് 0 0 0 ആയിരുന്നു, സി ഓഫ് 0 1 0 ആയിരുന്നു, 1 0 0 ആയിരുന്നു, 1 1 0. ഇത് ആദ്യം എല്ലാം ഞാൻ 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം. എന്നിട്ട് ഞാൻ ഈ 0 പ്ലസ് ആണ് എന്നാ ചെയ്താലും ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഉത്തരം തന്നെ കിട്ടൂലോ. അപ്പൊ ഇത് ഞാനെന്താ ഇത് സം ഈസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുവാണ്, സം പ്ലസ് മെട്രിക്സ് ഓഫ് ഐ കെ ഇൻറ്റു മെട്രിക്സ് ഓഫ് കെ ജെ, മെട്രിക്സ് 2 ഓഫ് അതായത് എ മെട്രിക്സിന്റെ ഐ കെ ഞാൻ പറഞ്ഞു 0 0 ഇൻറ്റു എന്താ ചെയ്യുന്നത് 0 0 തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ അത് മാറും, ലൂപ്പ് മാറും. സോ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് മെട്രിക്സ് ഓഫ് ഐ കെ ഇൻറ്റു കെ ജെ, മെട്രിക്സ് 2 ഓഫ് കെ ജെ. അപ്പൊ ഈ വൺസ് ഇത് മുഴുവൻ തീർന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, റിസൾട്ട് ഓഫ് ഐ ജെ ഈസ് ഈക്വൽ ടു സം. ഞാനിപ്പോ എന്താ ചെയ്തത്, ഐന്റെ സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ഐ ഈക്വൽ ടു 0 അതായത് എല്ലാ പൊസിഷനിലും സം വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി എവറി ടൈം എന്താ ചെയ്യുക, ആ 0നെ റീപ്ലേസ് ചെയ്ത് പോവുക ചെയ്ത്. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക. യൂഷ്വലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, എന്നിട്ട് 1 by 1 ഔട്ട്പുട്ട് കാണിക്കും. ഓക്കെ, 1 by 1 ആയിട്ട് ഔട്ട്പുട്ട് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതല്ലാതെ ഇനി വേറൊരു സാധനം ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഇതിപ്പോ അറേ സിംഗിൾ ഡയമെൻഷണൽ അറേ പഠിച്ചു, സിംഗിൾ ഡയമെൻഷണൽ അറേ അഡീഷൻ പഠിച്ചു, ദെൻ 2 ഡയമെൻഷണൽ അറേയുടെ ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും എല്ലാം പഠിച്ചു. ദെൻ 2 ഡയമെൻഷണൽ അറേയുടെ റൺ ടൈം ഇനിഷ്യലൈസേഷൻ എങ്ങനെ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് പഠിച്ചു. 2 ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ മെട്രിക്സിന്റെ എന്താണ് അഡീഷനും മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ നോക്കുക. നെക്സ്റ്റ് വന്നിട്ട് അടുത്തത് ഇപ്പൊ യൂഷ്വലി ഒരു മിനിറ്റ്,
ഓക്കെ. അടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫങ്ഷൻസ് വെച്ചിട്ട് സംഭവം പഠിച്ചായിരുന്നു. ഫങ്ഷൻസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് റിക്കേഷൻ. ഓക്കെ, അപ്പൊ റിക്കേഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, എല്ലാ പരീക്ഷയ്ക്കും വരുന്ന. അതിന്റെ ഫങ്ഷൻ കോൾസ് ഇറ്റ്സെൽഫ് വിച്ച് ഈസ് കോൾഡ് റിക്കേഷൻ. ഓക്കെ, അപ്പം നമുക്ക് റിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഓക്കെ, ഇപ്പൊ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ അതായത് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ആൻസർ എന്ന റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, 0 എടുക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇത് നോർമൽ രീതിയിൽ നമ്മൾ ഫാക്ടോറിയലിന്റെ പ്രോഗ്രാം എനിക്ക് നമ്മൾ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നോർമൽ രീതിയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഓക്കെ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. ഇതിന്റെ ഓക്കെ നോർമൽ പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ട് റിക്കേഷൻ. ഇങ്ങനെ എക്സാമ്പിൾ എഴുതി വേണം ചെയ്യാനായിട്ട്. റിക്കേഷൻ എക്സാമ്പിൾ അല്ല, റിക്കേഷൻ എക്സാമ്പിൾ ഫാക്ടോറിയൽ അല്ല. ഫസ്റ്റ് ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. പക്ഷെ ഇത് പഠിച്ചതാണ്. കാര്യം റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു നേരത്തെ. പ്രോഡക്റ്റ് ഇസ് ഇക്വൽ ടു 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് റിപ്പീറ്റഡ് സം ചെയ്തായിരുന്നു. അതുപോലെ പ്രോഡക്റ്റ് ഇസ് ഇക്വൽ ടു 1 വെച്ചിട്ട് ചെയ്തായിരുന്നു നേരത്തെ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ അത് പറയാം. ഇന്റർ ദ നമ്പർ നമ്പർ റീഡ് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ലൂപ്പ് വേണം. കാര്യം റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ റിപ്പീറ്റ് ചെയ്യണം. എവിടെ തൊട്ടാ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടോണം. ഇൻഡ് ഓക്കെ ഐ ഈസ് ഈക്വൽ ടു 1 തൊട്ട് ഐ ലെസ് ദാൻ എന്താണ് നം ആകുന്നിടം വരെ. അപ്പൊ ഈക്വൽ ടു കൂടെ എടുക്കുവാണ്, ആ നമ്പരൂടെ എടുക്കുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ റിസൾട്ടന്റ് എനിക്ക് വേണം. സോ ഇന്റെ ഫാക്ടർ ഞാനൊരു വേരിയബിളിനെ കൊടുത്തു, 1 എന്ന് സെറ്റ് ചെയ്തു. കാര്യം 1 തൊട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഫാക്ട് ഇസ് ഇക്വൽ ടു ഫാക്ട് ഇൻറ്റു എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 1 ഇൻറ്റു ആദ്യത്തെ കേസിൽ ഐ അല്ലേ 1. സോ ഫാക്ടിന്റെ വാല്യൂ ഓൾറെഡി ഞാൻ 1 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫാക്ട് ഈക്വൽസ് ഫാക്ട് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഐട്രേഷനിൽ എന്താ വരുന്നത്? 1 ഇൻറ്റു 1. ഫാക്ടിൽ എന്ത് വരും? 1 വരും. പിന്നെ അടുത്ത ഐട്രേഷനിൽ ഐ 2 ആകും. ഓക്കെ, ഓൾറെഡി ഫാക്ടിൽ 1 കിടപ്പുണ്ട്. സോ 2 ഇൻറ്റു 1 വരും. അപ്പൊ ഉത്തരം എത്രയായി? 2 ആയി. ഫാക്ടിൽ ഇപ്പൊ എത്രയുണ്ട്? 2 ഉണ്ട്. അടുത്ത ഐ ഐട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് വരും? 3 വരും. ഫാക്ടിൽ 2 ഉണ്ടല്ലോ. ഫാക്ട് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു 3 എന്ന് വരും, 6 വരും. ഇപ്പൊ ഫാക്ടിൽ എന്തുണ്ട്? 6 ഉണ്ട്. അടുത്ത ഐട്രേഷനിൽ ഐ എന്താ വരുന്നത്? 4. സോ ഫാക്ട് ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 4 24. ഓക്കെ, അപ്പോ 5 ഫാക്ടോറിയലിന്റെ ഉത്തരം ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ 20 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, അതായത് 120 ആണ് ആൻസർ. ഓക്കെ, ഞാൻ അവിടെ 3 ഐട്രേഷൻ വരെ പറഞ്ഞിട്ടുള്ളൂ. 4 ഐട്രേഷൻ എടുക്കും, 5th ഐട്രേഷൻ എടുക്കുമ്പോൾ ഉത്തരം 120 കിട്ടും. ഓക്കെ, അപ്പൊ ആഫ്റ്റർ 4 ഞാൻ എന്ത് ചെയ്യുവാണ്? പ്രിന്റ് ചെയ്യുക. എന്റർ ദ നമ്പർ 120. കണ്ടോ? ഇത് ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കും. അപ്പോ ഇതിനെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വെച്ച് എങ്ങനെ എഴുതുന്നത്? യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പം എങ്ങനെ എഴുതുന്നത് ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റെ നമ്പർ ഇന്റെ ഫാക്ട്
equal to 1, enter the number. ഓക്കെ, ഈ നമ്പറിന്റെയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, കോൾ ചെയ്യാൻ പോവാ. ഈസ് ഈക്വൽ ടു ഈ ഫംഗ്ഷൻ കോൾ ആണ് ഇത്, ഫാക്ടോറിയൽ ഓഫ് നം. ഉത്തരം റിസൾട്ട് ഈസ് ഈക്വൽ ടു എഴുതാം. ഞാൻ റിസൾട്ടിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ കോൾ ഏതാണ്? ഇതാണ് ഫംഗ്ഷൻ കോൾ. അതിൽ എന്തിട്ടാ വിളിക്കുന്ന പാരാമീറ്റർ. ഈ പാരാമീറ്റർ എന്താ പറയുന്നത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു. ഇതിനാണ് ഫംഗ്ഷൻ കോളിലുള്ള പാരാമീറ്ററിന്റെ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയും. ഫാക്ടോറിയൽ ഓഫ് നമ്മിനെ കോൾ ചെയ്തു. അപ്പൊ ഈ പുറത്ത് എന്ത് ചെയ്യണം, ഫാക്ടോറിയൽ ഓഫ് നമ്മിനെ ഞാൻ എന്ത് ചെയ്യണം, ഡിഫൈനും ചെയ്യണം, ഡിക്ലെയറും ചെയ്യണം. ഇതാണ് ഡിക്ലറേഷൻ. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അപ്പൊ റിട്ടേൺ ചെയ്യും ഒരു വാല്യൂ ഇങ്ങോട്ട്. സോ ഇന്റ് ഫാക്ടോറിയൽ ഓഫ് ഇൻഡിഡ് അപ്പ്. അപ്പൊ ഫംഗ്ഷനെ ഞാൻ അവിടുന്ന് കോൾ ചെയ്തു, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പൊ ഇതിനെ ഇവിടെ വന്നു വിളിച്ചു. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്സ്, ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് അല്ലേ ഇത്. ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ ഫാക്ട്. അപ്പൊ ഈ ഫാക്ട് എന്ന് പറയുന്ന വാല്യൂ ഈ ഫാക്ടോറിയൽ ഈ ഉത്തരത്തിൽ വരും, റിസൾട്ടിൽ ഫാക്ട് വരും, എന്നിട്ട് ഇതിനെ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, എല്ലാം ഗ്ലോബലി ഡിക്ലെയർ ചെയ്തില്ലേ വലിയ പ്രശ്നമായിരുന്നു. ഇങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഞാൻ ഇത് ഇങ്ങോട്ട് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുക. എൻ്റർ ദ നമ്പർ 5. അപ്പോഴും 120 കിട്ടി. സെയിം ടാസ്ക് തന്നെ. ഇവിടെ ഒരു കാര്യം ചെയ്തോളൂ, ഈ മെയിനകത്ത് നിന്ന് ഇതിനെ ഫംഗ്ഷൻ ആക്കി വിളിച്ചു, ബ്ലോക്ക് ഓഫ് കോഡ് ആക്കി. ഇപ്പൊ ഇതിനെ വിളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, സോറി, റിട്ടേൺ ഫാക്ട്. ഓക്കെ, ഇവിടെ റിസൾട്ട് എന്ന് വേണം ഡിസ്പ്ലേ ചെയ്യാൻ. രണ്ട് രീതിയിൽ വർക്ക് ചെയ്യും. ഫാക്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, 120 റിസൾട്ടിൽ എന്ന് വന്നു, 120 വന്നു. ഓക്കെ, അപ്പൊ റിക്കേർഷൻ എന്താന്ന് ചോദിച്ചാല് when a function calls itself it is called recursion. ഓക്കെ, അപ്പൊ എനിക്കറിയാം, നോർമലി എനിക്ക് എന്തറിയാം, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താണ്, n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഫാക്ടോറിയലിനെ തന്നെ റിക്കേഴ്സീവ് ആയിട്ട് കോൾ ചെയ്തോണ്ടിരിക്കാം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്നാണ് അർത്ഥം. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നാണ് അർത്ഥം. അപ്പോ ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനാണ് എന്ത്, റിക്കേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫാക്ടോറിയലിനെ തന്നെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇതിനെ എവിടെയെങ്കിലും നിർത്തണം. ഓക്കെ, ആ നിർത്തുന്ന കണ്ടീഷനാണ് ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പറയാം, ഇഫ് യുവർ നമ്പർ റീച്ചസ് 0 ആണെങ്കിൽ, 0 ഫാക്ടോറിയൽ ആണെങ്കിലോ 1 ഫാക്ടോറിയൽ ആണെങ്കിലോ നിങ്ങൾക്ക് എന്തെഴുതാം, ഇത് സ്റ്റോപ്പ് ചെയ്യാം. റിട്ടേൺ ഇഫ് ദ നമ്പർ ഈസ് 0 ഫാക്ടോറിയൽ യു ക്യാൻ റിട്ടേൺ 1. 0 ഫാക്ടോറിയൽ ഉത്തരം 1 ആണ്. If the number is 1 factorial, you should return what? 1. In all the other cases, you should write n into n minus 1 factorial. അപ്പൊ ആ ഫാക്ടോറിയൽ ഫംഗ്ഷനെ, ഈ പ്രോഗ്രാമിനെ റിക്കേഴ്സീവ് ആയിട്ട് എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനെ ഇവിടെ നിന്ന് വിളിച്ചു, അവിടെ വരെ ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല്, ഇവിടെ ഈ ലൂപ്പ് അല്ല എഴുതാൻ പോകുന്നത്. ലൂപ്പിന് പകരം റിക്കേഴ്സീവ് ആയിട്ട് എഴുതാൻ പോവാ. ഞാൻ ചിന്തിക്കുക, ഞാൻ കൊടുത്ത നമ്പർ ഇഫ് നം
is equal to 0 ആയിരുന്നെങ്കിൽ റിട്ടേൺ 1. ഓക്കെ, ഇനി ഇതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പാസ് ചെയ്ത വാല്യൂ L6, ഓക്കെ, നം ഈക്വൽ ടു 1 ആയിരുന്നുവെങ്കിൽ ഇതിൽ 1 ഫാക്ടോറിയൽ റിട്ടേൺ 1 ആണ്. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാത്ത കണ്ടീഷനിലാണ് ഞാൻ റിക്കേർഷൻ എഴുതാൻ പോകുന്നത്. അതായത് ഞാൻ എന്ത് റിട്ടേൺ ചെയ്യണം? റിട്ടേൺ ഈ സെയിം ഫംഗ്ഷന്റെ പേരെന്താണ്? ഫാക്ടോറിയൽ. റിട്ടേൺ ഫാക്ടോറിയൽ. അപ്പൊ ഒരു ഫംഗ്ഷൻ അകത്ത് നിന്ന് അതിനെ തന്നെ വിളിക്കുക. n മൈനസ് n അല്ല, നം മൈനസ് അതായത് 2 ആയിരുന്നു വാല്യൂ എങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനെ തന്നെ വിളിക്കുക. അതായത് 2 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് ഇതിനെ, അതായത് റിട്ടേൺ ഓർക്കുന്നത് ഫാക്ട് ഇൻറ്റു 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 മൈനസ് 1, ദാറ്റ് ഈസ് ഫാക്ടോറിയൽ ഓഫ് 1. അല്ല, സോറി, ഫാക്ട് ഇൻറ്റു അല്ല, നം ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് നം മൈനസ് 1. ഓക്കെ, അപ്പോ നം എത്രയാ? 2 ആയിരുന്നെങ്കിൽ 1 ആയിരുന്നു നമ്മുടെ നമ്പർ എങ്കിൽ ആദ്യമേ എന്ത് ചെയ്യും? ഇവിടെ കയറും റിട്ടേൺ 1, ഇവിടെ 1 റിട്ടേൺ ചെയ്യും, 1 പ്രിന്റ് ചെയ്യും. ഓക്കെ, എന്റെ വാല്യൂ 2 ആയിരുന്നു എന്നുണ്ടെങ്കിൽ പാസ് ചെയ്ത വാല്യൂ 2, ഈ കണ്ടീഷൻ കയറത്തില്ല, ഇത് കയറത്തില്ല, ഇവിടെ വരും 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 മൈനസ് 1. ഇതിനാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഉത്തരം 1 ആ. ഫാക്ടോറിയൽ ഓഫ് 1, 1 ഇവിടെ പാസ് ചെയ്യും, നം 1 ആകുമ്പോ റിട്ടേൺ 1, ഇവിടെ 1 റിട്ടേൺ ചെയ്യും. 2 ഇൻറ്റു 1 2, ആൻസർ 2. അപ്പൊ ഇവിടെ 2 റിട്ടേൺ ചെയ്യും. 2 ഫാക്ടോറിയലിന്റെ ആൻസർ 2 തന്നെയാണ്, 2 പ്രിന്റ് ചെയ്യും. 3 ആയിരുന്നു എന്ന് വെച്ചോ, നിങ്ങൾ റീഡ് ചെയ്ത നമ്പർ 3 ആയിരുന്നു എന്നെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറഞ്ഞ് കോൾ ചെയ്യും. ഓക്കെ, ഇവിടെ ആര് വരും? 3 വരും. ഇതിൽ കയറത്തില്ല, ഇതിൽ കയറത്തില്ല, ഇവിടെ വരും 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 മൈനസ് 1, ദാറ്റ് ഈസ് ഫാക്ടോറിയൽ ഓഫ് 2 എന്ന് വിളിച്ചു. റിക്കേഴ്സീവ് കോൾ, എ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. ഫാക്ടോറിയൽ ഓഫ് 3 മൈനസ് 1, ദാറ്റ് ഈസ് 2. ഫാക്ടോറിയൽ ഓഫ് 2. അപ്പൊ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 3 ഉണ്ട്. 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2, ഇവിടെ 2 വന്നു. 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 എന്നാണ്. ഇതിൽ കയറത്തില്ല, ഇതിൽ കയറത്തില്ല, അപ്പൊ എവിടെ വരും? അപ്പൊ ഇവിടെ ഓൾറെഡി വരുമ്പോ എന്താ? 3 ഓൾറെഡി ഉണ്ട്. 3 ഇൻറ്റു 2 ഇൻറ്റു നമ്പറിന്റെ വാല്യൂ ഇപ്പൊ 2 ആണ്. 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 മൈനസ് 1, ദാറ്റ് ഈസ് 1. ഫാക്ടോറിയൽ ഓഫ് 1 വരുമ്പോ എന്ത് ചെയ്യണം? 1 റിട്ടേൺ ചെയ്യണം. സോ 3 ഇൻറ്റു 2 ഇൻറ്റു 1, ദ ആൻസർ ഈസ് 6. ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പൊ റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എന്താണ്? വെൻ എ ഫംഗ്ഷൻ കോൾസ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് റിക്കേർഷൻ. So in a recursive function, to exit from the repetition, we need what? A base function and a recursive function. This is your recursive function. What is your base function? These two are your base function. This will help the recursion to stop. Okay. അപ്പൊ അങ്ങനെ വേണം എക്സാമിന് എഴുതാനായിട്ട്. Base function and a recursive function. Enter the number 6. 6 factorial. Sorry. 720. ഓക്കെ, ഇങ്ങനെയാണ് റിക്കേർഷൻ എന്താന്ന് ചോദിച്ചാൽ അത്ര എക്സ്പ്ലെയിൻ ചെയ്യണം. പ്ലസ് ഈ ഒരു എക്സാമ്പിൾ കൂടി
എഴുതി വെച്ചാലേ ഫുൾ മാർക്ക് വീഴത്തുള്ളൂ. അല്ലാതെ when a function calls itself is called recursion എഴുതി വെച്ചാൽ മാർക്ക് ആരും തരത്തില്ല. വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യണം. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്താണെന്നും ബേസ് ഫംഗ്ഷൻ എന്താണെന്നും സ്പെസിഫൈ ചെയ്യണം. അല്ല, നോക്കട്ടെ, അല്ല, റിക്കേഷന് സോറി ഈ ഒരു പ്രോഗ്രാം എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പൊ അതാണ് റിക്കേഷൻ. അപ്പോ ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വോയിഡ് മെയിൻ, ഇതൊരു മെയിൻ ആണ്. ഈ മെയിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇതാണ് എന്റെ ഫംഗ്ഷൻ കോൾ. ഓക്കെ, ഈ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോ ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ ഈ ഫംഗ്ഷൻ കോളിനെ തന്നെ വീണ്ടും വിളിക്കുവാണ്. ഇവിടെ ഇത് ആരെ വിളിക്കാന്, ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോ ഇതിനെ തന്നെ വിളിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ കൺട്രോൾ ഇങ്ങോട്ട് പോകും, വീണ്ടും ഇത് അകത്ത് കയറും, ഇതിനെ തന്നെ വിളിച്ചോണ്ടിരിക്കും, കൺട്രോൾ ഇങ്ങോട്ട്. അപ്പൊ ഇതിൽ നിന്ന് ഇറങ്ങി പോരാൻ വേണ്ടിയാണ് നമ്മള് ചില പർപ്പസ്ഫുള്ളി എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇഫ് കണ്ടീഷൻസും എൽസ് ഇഫ് കണ്ടീഷൻസും പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബേസ് ഫംഗ്ഷൻ എഴുതി കൊടുക്കുന്നത്, ടു ഗെറ്റ് എക്സിറ്റഡ് ഫ്രം ദ റിക്കർഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ എന്താന്ന് പറയാം. ഓക്കെ, സോ സ്ട്രക്ചർ ഈസ് ആക്ച്വലി നമ്മൾ പറഞ്ഞു അറേ എന്ന് പറയുമ്പോൾ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പൊസിഷനിൽ ഒരേപോലത്തെ ഡേറ്റ ടൈപ്സ്, ഇപ്പൊ ഇൻഡിജർ അറേ ആകാം, ക്യാരക്ടർ അറേ ആകാം, ക്യാരക്ടർ അറേ ആണ് സ്ട്രിങ്. അപ്പോ ഒരേ ഡേറ്റ ടൈപ്പിലുള്ള എലമെന്റ്സ് കൺസിക്യൂട്ടീവ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് അറേ. അപ്പൊ സ്ട്രക്ചർ, അപ്പൊ അറേ ഈസ് ആക്ച്വലി ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡേറ്റ വിച്ച് ഈസ് അറേഞ്ച്ഡ് ഇൻ കൺസിക്യൂട്ടീവ് മാനർ. ഇറ്റ് ഹാസ് എ ഫിക്സഡ് സൈസ്. സ്ട്രക്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ, ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ്, ഓക്കെ, യു ഗ്രൂപ്പ് യുവർ ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ് എലമെന്റ്സ് ഇൻടു എ സിംഗിൾ ടാബ്. അതാണ് എന്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻഡിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ക്യാർ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നതിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സ്ട്രക്ചർ എഴുതി കാണിക്കാം. മെയിനകത്ത് സ്ട്രക്ചർ എഴുതുവാണ്. മെയിന്റെ പുറത്ത് എഴുതാൻ മതി സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ എവിടെ വേണേലും എഴുതാം. സ്ട്രക്ട് മെയിനകത്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് എഴുതി. സ്റ്റുഡന്റ്, അതായത് ഇപ്പൊ ഞാനാണ് ഒരു ക്ലാസ്സിൽ കയറി, ഈ ക്ലാസ്സിൽ 50 പിള്ളേർ ഇരിപ്പുണ്ട്. ഈ 50 പിള്ളേരെ ഞാൻ ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോ ആദ്യം ഇരിക്കുന്ന കുട്ടി സ്റ്റുഡന്റ് 1, രണ്ടാമത് ഇരിക്കുന്ന കുട്ടി സ്റ്റുഡന്റ് 2, സ്റ്റുഡന്റ് 3. പക്ഷെ കോമൺലി ദേ ആർ കോൾഡ് ആസ് എ സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഫോം കൊടുക്കുക. അപ്പൊ ആ ഫോമിനകത്ത് എന്തൊക്കെ കാണാം? അവന്റെ പേര് കാണാം, റോൾ നമ്പർ കാണാം, ഏജ് കാണാം, ഫോൺ നമ്പർ കാണാം, മാർക്ക് കാണാം, ഇങ്ങനെ എല്ലാ സാധനങ്ങളും കാണാം. അപ്പൊ ആ ടെംപ്ലേറ്റ് ആണ് ശരിക്കും പറഞ്ഞ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് കാണാം? റോൾ നമ്പർ കാണാം,
റോൾ നമ്പർ എന്തായാലും ഡെസിമൽ വാല്യൂ ആയിരിക്കത്തില്ലല്ലോ, ഇൻഡിജർ ആണ്. ഇനി പേര് കാണാലോ. പേരെന്ന് പറയുമ്പോ ക്യാരക്ടർ അറയാണ്, സ്ട്രിങ് ആണ്. ഇങ്ങനെയാണ് പേര്. ഏജ് എന്തായാലും എന്താണ്, അവയുടെ ഏജ് ഫ്ലോട്ടിംഗ് പോയിന്റിൽ എഴുതാം, 5.2 years അങ്ങനെ വരെ ഏജ് കൊടുത്തു. മാർക്ക് നമുക്ക് ഫ്ലോട്ടിൽ കൊടുക്കാം, ഫ്ലോട്ട് മാർക്ക് ഒരു മാർക്ക് അത്ര കൊടുത്തു. നമുക്ക് മനസ്സിലായി വാട്ട് ഈസ് എ സ്ട്രക്ചർ, ഗ്രൂപ്പിംഗ് ഓഫ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ് എലമെന്റ്സ് ഇൻ സിംഗിൾ ടാഗ്. ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യണം, സെമികോളൻ ഉണ്ടാവും. സോ ഇൻഡിജർ ഡേറ്റ ടൈപ്പ്, ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്, ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്, ടു ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്, all these things are tagged together under the name what, student. ഓക്കെ, ഇപ്പോഴും മെമ്മറി അലോക്കേറ്റ് ആയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, എഴുതുന്ന കണ്ടോണം. ഇതിനൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, മെമ്മറി അലോക്കേറ്റ് ആയത്, സ്റ്റുഡന്റ് 1. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ സ്റ്റുഡന്റ് 1 ഈസ് ആക്ച്വലി an object which share the properties roll number, name, because student 1 has roll number. ഞാൻ ആ ഫോം ആദ്യത്തെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അവന്റെ റോൾ നമ്പർ ഉണ്ട്, അവന്റെ പേരുണ്ട്, അവന്റെ ഏജ് ഉണ്ട്, അവന്റെ മാർക്കുണ്ട്. ഇതേപോലെ തന്നെ ഒരാൾക്ക് ഞാൻ ഫിൽ ചെയ്യാൻ പോകും. അപ്പൊ അത് അവന്റെ ഡീറ്റെയിൽസ് ആയി, സ്റ്റുഡന്റ് 1ന്റെ ഡീറ്റെയിൽസ് ആയി. സ്റ്റുഡന്റ് ഈസ് ആക്ച്വലി the first student is actually an object of the entire class student. Okay, അപ്പൊ ഇനി ഞാൻ സ്റ്റുഡന്റ് 2 എന്ന് കൊടുത്തു. അപ്പൊ സ്റ്റുഡന്റ് 2നും എന്തുണ്ട്, റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, മാർക്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വേണേലും സ്ട്രക്ചറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. റിട്ടേൺ ടൈപ്പ് സ്ട്രക്ചറിനോട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുവാണ്, സ്റ്റുഡന്റ് 2. ആ സെയിം പേര് കൊടുക്കുന്നത്, സ്റ്റുഡ് എന്ന് കൊടുക്കാം, 2. ഇങ്ങനെ വേണേലും കൊടുക്കാം. ഇപ്പോഴും ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സ്റ്റുഡന്റ് 2ന് എന്തൊക്കെയുണ്ട്, റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, മാർക്ക് ഉണ്ട്. ഇതാണ് സ്ട്രക്ചർ, കളക്ടിങ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് അണ്ടർ സിംഗിൾ ടാഗ് നെയിം സ്റ്റുഡന്റ് or under a single tag name. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഏറ്റവും കൂടുതൽ സ്പേസ് അലോട്ട് ചെയ്യേണ്ടുന്നത് ആർക്കാണ്, ഇൻഡിജർ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ സ്റ്റുഡന്റ് 1 എന്ന് പറയുന്ന ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല ഡേറ്റ ടൈപ്സ് ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഡേറ്റ ടൈപ്പിന് എടുക്കുന്ന സ്പേസ് ആണ് അലോട്ട് ആകുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു അറേ വെച്ചിട്ടുള്ളത് കൊണ്ട് അറേക്കകത്ത് 20 ബൈറ്റ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി 20 ബൈറ്റ്സ് സേവ് ആകും. എന്നിട്ട് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ എലമെന്റ് വിൽ ഷെയർ ദാറ്റ് സ്പേസ്, അതെടുക്കും. ഓക്കെ, ഇതാണ് എന്ത് സ്ട്രക്ചർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ. സ്ട്രക്ചർ എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഈസ് ആക്ച്വലി heterogeneous or different data type collection. Okay, and every structure has a tag name and an object name. It is actually a template which can have multiple data types. Okay, when you create an object, particular memory should be allocated for that structure. Okay, here roll number, name, age and mark are there. Name of 10 needs more space, so name of 10 needs more space, so others roll number, age, mark will share that name. Okay, so നമ്മളിപ്പോ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ, ഇത് ഇല്ലായിരുന്നു എന്ന് വെച്ചോ, ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഫ്ലോട്ടിനാണ്, 4 ബൈറ്റ് സ്പേസ് എടുക്കും. അതിൽ റോൾ നമ്പർ 2 സ്പേസ് പോയി. പിന്നെ ഈ രണ്ട് സാധനം എടുക്കാനായിട്ട് സ്ഥലമില്ല, കാര്യം ടോട്ടൽ അലോക്കേറ്റ് ചെയ്യുന്ന സ്പേസ് അവിടെ എത്രയാണ്, 4 ആണ്. അതിൽ റോൾ നമ്പർ കവർ ആയിപ്പോ ബാക്കിയുള്ള സ്പേസ് അവിടെ ഇനഫ് ആകാണ്ട് വരും. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇത്ര ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു സാമ്പിൾ ടെക്സ്റ്റ് എന്നേ ഉള്ളൂ. താങ്ക് യു.